പിൻ പോയിന്റ് ആയിട്ട് അതിൻ്റെ ഫ്രണ്ട് എവിടെയാണ് തീരുന്നത് എന്നുള്ളത് നമുക്ക് കറക്റ്റ് മനസ്സിലാവാൻ പറ്റും. ഇത് ഡിസ്റ്റൻസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഒരു SUV-യിൽ എപ്പോഴും ഒരു ബോഡി റോള് സെഡാനെ അപേക്ഷിച്ചും അതുപോലെ ഹാച്ച് ബാഗിനെ അപേക്ഷിച്ചും കൂടുതലായിരിക്കും. സൺറൂഫിൻ്റെ ഉപയോഗം നിങ്ങൾ എന്നെ പറയും. ഹായ് എവരിവൺ, വെൽക്കം ടു ഗോൾഡൻ വീൽസ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് എലിവേറ്റ് ആണ്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ. ഈ ഒരു കാറിന്റെ ഫ്രണ്ട് ഡിസൈനിലേക്ക് വരുമ്പോൾ മാസീവ് ആയിട്ടുള്ള ബോൾഡ് ഗ്രില്ലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ LED ഹെഡ് ലാംപ്സ് വരുന്നുണ്ട്. LED ഫോഗ് ലാംപ്സ്, വൈറ്റ് LED ഫോഗ് ലാംപ്സ് ആണ് വരുന്നത്. അതുപോലെ ഡ്യുവൽ ഫംഗ്ഷനിങ് LED DRLs ആണ് വരുന്നത്. മീൻസ് DRL തന്നെയാണ് അതിന്റെ ഇൻഡിക്കേറ്റേഴ്സും ടേൺ ഇൻഡിക്കേറ്റേഴ്സും വരുന്നത്. ഹെഡ് ലാമ്പിലേക്ക് ആ ക്രോം ഡിസൈൻ പോകുന്നുണ്ട്. ഫ്രണ്ട് ഫുൾ ആയിട്ട് ആ ഒരു ക്രോം ഡിസൈൻ വരുന്നത്. നമുക്ക് തോന്നും ഹെഡ്ലൈറ്റിലാണ് ആ ക്രോം ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്, പക്ഷെ അല്ല, പുറത്താണ് ആ ക്രോം ഡിസൈൻ ഇരിക്കുന്നത്. അങ്ങനെയാണ് ഈ ഒരു ഫ്രണ്ട് ഡിസൈൻ വരുന്നത്. ഇനി ബമ്പറിന്റെ ലോവർ പോർഷനിലേക്ക് വരികയാണെങ്കിൽ ഒരു എയറോഡൈനാമിക്കലി ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു സ്കിഡ് പ്ലേറ്റ് ടൈപ്പ് ഒരു ഡിസൈനും കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഹുഡിന്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഒരു മാസീവ് ആയിട്ടുള്ള ഒരു ഹുഡ് ലുക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. രണ്ട് സൈഡിലും ഒരു ഷോൾഡർ വരുന്ന രീതിയിലുള്ള ഒരു ലുക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. മീൻസ് അകത്തിരിക്കുന്ന ആൾക്ക് ഫ്രണ്ട് ഏകദേശം അറിയാൻ വേണ്ടിയുള്ള ഡിസൈൻ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇൻസൈഡ് ദ ഹുഡ് ഇറ്റ്സ് നാച്ചുറലി ആസ്പിറേറ്റഡ് 1.5 ലിറ്റർ 4 cylinder VTEC petrol machine which churns 120 PS at 6,600 RPM and 145 Nm of torque at 4,300 RPM, available in 6-speed manual and CVT. And this smooth engine has insulation in the hood, which is a nice thing. Coming to the side profile, the car has got 220 mm of ground clearance, which is best in segment. Also has almost best in segment wheelbase of 2650 mm. ഞാൻ ഈ ഓൾമോസ്റ്റ് ബെസ്റ്റ് ഇൻ സെഗ്മെന്റ് എന്തുകൊണ്ട് പറഞ്ഞു എന്ന് വെച്ചാൽ ഈ സെഗ്മെന്റിൽ വരുന്ന ഒരു കാറിന് 1 mm വീൽ ബേസ് കൂടുതലാണ്. ബട്ട് വിച്ച് ഡസ് നോട്ട് മേക്ക് എനി സെൻസ്. ദെൻ ഓൾസോ യു ക്യാൻ കമന്റ് ഓൺ മൈ കമന്റ് ബോക്സ്. 17-inch ഡ്യുവൽ ടോൺ ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ് ഈ ഒരു കാറിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഡോറിൽ ക്ലാഡിങ്സ് വരുന്നുണ്ട്. നോൺ ഫങ്ഷണൽ റൂഫ് റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. വീൽ ബേസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2650 mm ആണ്. ഫുൾ ഓപ്ഷനിൽ വരുമ്പോൾ ക്രോം ഡോർ ഹാൻഡിൽസ് ആണ് കൊടുത്തേക്കുന്നത്. ബോത്ത് സൈഡ്സിലും പാസീവ് എൻട്രിയും വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഈ ഒരു സൈഡ് പ്രൊഫൈലിന്റെ കാര്യം വരുന്നത്. ഈ ഒരു കാറിന്റെ ഇന്റീരിയറിലേക്ക് വരുമ്പോൾ ഡ്യുവൽ ടോൺ ബ്ലാക്ക് ആൻഡ് ബ്രൗൺ ഇന്റീരിയർ വിത്ത് വുഡൻ ടൈപ്പ് പാനലിംഗ് ആ ഡാഷ്ബോർഡിൽ വരുന്നുണ്ട്. ഒരു റോയൽ ആൻഡ് സിമ്പിൾ ലുക്കിംഗ് ഇന്റീരിയർ ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കമ്മിങ് ടു സ്റ്റിയറിംഗ് വീൽ, ഇറ്റ് ഇസ് 3-spoke മൾട്ടി ഫംഗ്ഷണൽ ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് വീൽ വിത്ത് അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ ആണ് വരുന്നത്. അതുപോലെ പുഷ് ബട്ടൺ സ്റ്റാർട്ട്, മാനുവലി അഡ്ജസ്റ്റബിൾ ഡ്രൈവർ സീറ്റും ആണ് വരുന്നത്. 10.25 ഇഞ്ചിന്റെ ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണ് വരുന്നത്. UI നല്ലൊരു റെസ്പോൺസീവ് ആയിട്ടുള്ള UI ആണ്. ഇപ്പം വരുന്ന എന്റെ വിശ്വാസം, ഇപ്പം വരുന്ന ഈ 10.25 ഇഞ്ച് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വെൻഡേഴ്സ് ഒന്നാണ് എന്നാണ് എന്റെ വിശ്വാസം. എല്ലാം റെസ്പോൺസീവ് ആണ്. ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ, AC, വയർലെസ് ചാർജിങ്. അതുപോലെ വയർലെസ് ചാർജിങ്ങിൽ ഓണും ഓഫും ആക്കാനുള്ള ഒരു കൺട്രോളും കൂടെ വരുന്നുണ്ട്. ബ്ലൈൻഡ് വ്യൂ മോണിറ്റർ, ഇലക്ട്രിക് സൺറൂഫ്, റയർ AC വെന്റ്സ്, ഇത്രയും കാര്യങ്ങളും ഈ ഒരു കാറിൽ വരുന്നുണ്ട്. സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വരുമ്പോൾ 6 എയർ ബാഗ്സ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. ഹിൽ ഹോൾഡ് അസിസ്റ്റ് വരുന്നുണ്ട്. വെഹിക്കിൾ സ്റ്റെബിലിറ്റി കൺട്രോൾ, എമർജൻസി സ്റ്റോപ്പ് സിഗ്നൽ, ABS, EBD, ഐസോഫിക്സ് സ്റ്റാൻഡേർഡ് സീറ്റ്സ് ആണ് വരുന്നത്. അതുപോലെ അഡാസിന്റെ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഈ അഡാസ് ഫീച്ചേഴ്സിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ലൈൻ കീപ്പ് അസിസ്റ്റ്, അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ, ഓട്ടോ ഹൈ ബീം, ലീഡിംഗ് വെഹിക്കിൾ ഡിപ്പാർച്ചർ അലേർട്ട് വരുന്നുണ്ട്. ലൈൻ ഡിപ്പാർച്ചർ വാർണിംഗ് വരുന്നു. ഓട്ടോണമസ് എമർജൻസി ബ്രേക്കിംഗ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു അഡാസിന്റെ ഫീച്ചർ ആയിട്ട് വരുന്നത്. സീറ്റ്സ് വരുന്നത് ലെതറൈറ്റ് സീറ്റ്സ് ആണ്. അതുപോലെ നല്ലൊരു ബോസ്റ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. ഇരിക്കുന്ന ആളെ റാപ്പ് ചെയ്തിരിക്കുന്ന രീതിയിലാണ് ആ ബോസ്റ്റേഴ്സ് എല്ലാം കൊടുത്തേക്കുന്നത്. ഈവൻ ദ ഹെഡ് റെസ്റ്റ് ലുക്സ് ഗുഡ്. കാറിന്റെ സെക്കൻഡ് റോയിലേക്ക് വരുമ്പോൾ AC വെന്റ്സ്, USB ചാർജിംഗ് പോർട്ട്, അതുപോലെ ആംറസ്റ്റ് വിത്ത് കപ്പ് ഹോൾഡർ, 3 പേർക്കുള്ള ഹെഡ് റെസ്റ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ഫ്ലോർ ആണ് വരുന്നത്. മാഗസിൻ ഓർ സ്റ്റോറേജ് പോക്കറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വേറൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഫ്ലോർ കുറച്ച് ചരിഞ്ഞാണ് വരുന്നത്. സോ റെയർ ഓക്കുപ്പൻസിന് കംഫർട്ടബിൾ ആയി ഇരിക്കുക. ഇനി ബൂട്ടിനകത്തേക്ക് പോയാൽ 458 ലിറ്റേഴ്സ് ആണ് ബൂട്ട് സ്പേസ്. സെഗ്മെന്റ് ബെസ്റ്റ് ബൂട്ട് സ്പേസ് ആണ്. അതുപോലെ ബൂട്ട് ലാമ്പും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 16-inch സ്റ്റീൽ വീൽസ് ആണ് ഇതിൽ സ്പെയർ വീൽ ആയിട്ട് വന്നിരിക്കുന്നത്. 17 ഇഞ്ച് അല്ല, 16 ഇഞ്ച്. അതുപോലെ ടൂൾ കിറ്റ് വീലിന് മേളിലാണ് ഇരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു റെയറിലെ അറേഞ്ച്മെന്റ്. അതുപോലെ ഹൂക്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ ഒരു ബൂട്ടിനകത്തുള്ള വിശേഷം. 60-40 സ്പ്ലിറ്റ് ഫോൾഡബിൾ സീറ്റ്സ് ആണ് വരുന്നത്. ഇനി റെയറിലേക്ക് വരുമ്പോൾ ഷാർക്ക് ഫിൻ ടൈപ്പ് ആന്റിന, ഇന്റഗ്രേറ്റഡ് സ്പോയിലർ, ഡിഫോഗർ ലൈൻസ്, വാഷർ, വൈപ്പർ എന്നിവ വരുന്നുണ്ട്. അതല്ലാതെ കാറിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കണക്റ്റഡ് ടെയിൽ ലാംപ്സ് ആണ്. അതല്ലാതെ റിവേഴ്സ് ക്യാമറ, 4-point സെൻസേഴ്സ്, അതുപോലെ 2 റിഫ്ലക്റ്റേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു സ്കിഡ് പ്ലേറ്റ് ടൈപ്പ് ഡിസൈനിൽ ബമ്പറിന് താഴെ ആ ഡിസൈൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ IV ടെക് എന്നുള്ള ഒരു ബാഡ്ജിങ്ങും എലിവേറ്റ് ബാഡ്ജിങ്, അങ്ങനെ 2 ബാഡ്ജിങ്ങും കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഒരു റെയർ പ്രൊഫൈലിലെ കാര്യങ്ങളെല്ലാം വരുന്നത്. സോ നമ്മുടെ കയ്യിൽ ഇപ്പോൾ എലിവേറ്റ് ആണ് ഉള്ളത്. അപ്പോൾ ഈ എലിവേറ്റിൽ ഇതിൻ്റെ ഒരു ഗിയർ ബോക്സ് വരുന്നത്
6 സ്പീഡ് മാനുവലും അതുപോലെ CVT ആണ്. CVT 7 സ്പീഡ് 5 സ്പീഡൊന്നുമില്ല, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഗിയേഴ്സ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡ്രൈവിങ്ങിൽ ഒരു കംഫോർട്ട് ഫീൽ ചെയ്യും. കാര്യം നമുക്ക് ഒരു ഗിയർ മാറുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയാൻ പറ്റത്തില്ല. അതാണ് ആ ഒരു CVTയുടെ പ്രത്യേകത. അഡ്വാൻസ്ഡ് CVT എന്നുള്ള രീതിക്കാണ് ഹോണ്ടയ്ക്ക് വരുന്നത്. അതല്ലാതെ നമുക്ക് ഈ ഒരു കാറിൻ്റെ ഈ ഒരു ടേണിംഗ് റേഡിയസ് എന്ന് പറയുമ്പോൾ 5.2 മീറ്റേഴ്സാണ് വരുന്നത് ടേണിംഗ് റേഡിയസ്. അതുപോലെ ഒരു ഇപ്പം ലേഡിയാണ് കാർ യൂസ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് ഈ ഫ്രണ്ടിൻ്റെ പ്രശ്നമുണ്ട്, ചിലർക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് ആ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ആ മസ്കുലർ ബോണറ്റാണ് കൊടുത്തത്. 2 സൈഡിലും നല്ല ഷോൾഡറൊക്കെ ഉള്ള ബോണറ്റാണ് വന്നിരിക്കുന്നത്. കാര്യം നമുക്ക് ഫ്രണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ ആ ഒരു പിൻ പോയിൻ്റ് ആയിട്ട് അതിൻ്റെ ഫ്രണ്ട് എവിടെയാണ് തീരുന്നത് എന്നുള്ളത് നമുക്ക് കറക്റ്റ് മനസ്സിലാവാൻ പറ്റും. അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ അതുപോലെ നമ്മൾ എത്ര ഒരു ആക്സിലേറ്റർ കൊടുത്താലും ഒരു സൗണ്ട് എന്ന് പറയുന്നത് നല്ല രീതിയിൽ ആക്സിലേറ്റർ കൊടുത്താൽ മാത്രമാണ് ആ ഒരു സൗണ്ട് നമ്മൾ അകത്തേക്ക് വരുന്നത്. അതുപോലെ നമ്മൾ ഒരു കയറ്റത്ത് നിർത്തിയിട്ട് എടുക്കുമ്പോൾ ഉള്ളത് ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം ഹിൽ ഹോൾഡ് അസിസ്റ്റ് വരുന്നുണ്ട്. ഹിൽ ഹോൾഡ് അസിസ്റ്റ് വരുന്നതിൽ തന്നെ നോർമൽ രീതിയിൽ CVT ആയതുകൊണ്ട് തന്നെ കാർ ഒന്ന് ഫ്രണ്ടിലേക്ക് പോകുന്ന ആ ഒരു സമയം കിട്ടുന്ന കാരണം നമുക്ക് അങ്ങനെ പെട്ടെന്നൊന്നും പുറകിലേക്ക് വരത്തില്ല. അതാണ് ഒരു CVTയുടെ ഒരു അഡ്വാൻറ്റേജ്. നോർമൽ രീതിയിൽ ഡ്രൈവ് ചെയ്യുന്നവർക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് ഇനി അങ്ങോട്ട് സിറ്റി ട്രാഫിക് കാര്യങ്ങളെല്ലാം ഒഴിവാക്കാൻ CVT ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇതിൽ നമുക്ക് അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ ആണ് വരുന്നത്. അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ നമ്മൾ 30 കിലോമീറ്ററിന് മേളിലോട്ട് നമുക്ക് ക്രൂയിസ് കൺട്രോൾ സെറ്റ് ചെയ്യാം. ക്രൂയിസ് കൺട്രോൾ സെറ്റ് ചെയ്താൽ തന്നെയും അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ നമുക്ക് ഫ്രണ്ടിൽ ഒരു കാർ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫ്രണ്ടിൽ എന്തെങ്കിലും ഒബ്ജക്റ്റ് പോകുന്നുണ്ട് അല്ലെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്തെങ്കിൽ നോർമൽ രീതിയിൽ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ സ്പീഡ് കുറയുകയും അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യും. പക്ഷേ ഈ അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോളുള്ള പ്രശ്നം നല്ല രീതിയിൽ ഫോഗ്, അതുപോലെ സ്മോക്ക്, മഴ, ഈ ഇത്രയും സമയത്ത് കൂടുതൽ ഈ ഒരു ക്രൂയിസ് കൺട്രോൾ ഇട്ട് അഭ്യാസം കാണിക്കാതിരിക്കുക. കറക്റ്റ് രീതിയിൽ സെൻസ് ചെയ്യത്തില്ല. മീൻസ് ഇതെല്ലാം സെൻസറാണ്. സെൻസറിന് എന്തെങ്കിലും ഒരു തടസ്സം വന്നു കഴിഞ്ഞാൽ കറക്റ്റ് രീതിയിൽ സെൻസ് ചെയ്യത്തില്ല. അത് മനസ്സിലാക്കുക. പിന്നെ അതുപോലെ നമുക്കൊരു വലിയൊരു കാർ ഓടിക്കുന്ന ഫീലാണ്. അത്രയ്ക്ക് സ്റ്റിയറിംഗ് ലൈറ്റ് ഒന്നുമല്ല, നമുക്ക് ഹെവി ആയിട്ട് ഒരു സംഭവം നമ്മൾ പുറകിലുണ്ട് എന്നുള്ള ഒരു ഫീലാണ് ഈ ഒരു കാർ ഓടിക്കുമ്പോൾ കിട്ടുന്നത്. MID ഡിസ്പ്ലേ വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു കോമ്പിനേഷനാണ് അനലോഗിൻ്റെയും അതുപോലെ തന്നെ ഒരു ഡിജിറ്റൽ TFT ഫുൾ കളേർഡ് ഒരു ഡിസ്പ്ലേ ആണ് വരുന്നത്. അത് വരുന്നത് 7 ഇഞ്ചാണ്. അതുപോലെ റൈറ്റ് സൈഡിലുള്ളത് നമുക്ക് ഒരു സ്പീഡോമീറ്റർ ആണ് വരുന്നത്. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ ബേസിക്കായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ അനലോഗ് മീറ്റർ തന്നെയാണ്. അതാകുമ്പോഴത്തേക്ക് നമുക്കൊരു ഡ്രൈവിങ്ങിൻ്റെ ഒരു ഫീൽ കിട്ടും. മിക്കതിലും ഇപ്പോൾ ഈ പറയുന്ന പോലെ ആനിമേഷൻ രീതിയിലുള്ള പല കാറുകളിലും വരുന്നുണ്ട്. എനിക്കത് ഇഷ്ടമല്ല ബേസിക്കലി. അതുപോലെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വരുമ്പോൾ 10.25 ഇഞ്ചാണ് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നത്. അതിൽ ആൻഡ്രോയിഡ് ഓട്ടോ, അതുപോലെ ആപ്പിൾ കാർപ്ലേ, ഇതെല്ലാം വയർലെസ് ആണ് വരുന്നത്. ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ ഏജാണ്. ആക്ച്വലി ഞാൻ ഓടിക്കുന്നത് ഫുൾ ഓപ്ഷൻ ആണ് ഓടിക്കുന്നത്. അതിൽ 1 ടച്ച് സൺറൂഫാണ് വരുന്നത്. 1 ടച്ച് സൺറൂഫ് നോർമൽ രീതിയിൽ ഇപ്പോൾ അകത്ത് വെളിച്ചം വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും ക്യാമറ വേറെ അങ്ങോട്ട് പോയി. സൺറൂഫ് നമുക്കിപ്പോൾ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, മഴ സമയമാണ്. അതുപോലെ വെയിലാണെങ്കിൽ അങ്ങനെയും തുറക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് സൺറൂഫിൻ്റെ ഉപയോഗം നിങ്ങൾ എന്നെ പറയുക, എന്തിനു വേണ്ടിയാണ് ഈ സൺറൂഫ് വരുന്നതെന്ന്. കുറച്ച് മെറ്റൽ ലാഭിക്കുക, അതേ ഉള്ളൂ ഞാൻ നോക്കിയിട്ട്. MID ഡിസ്പ്ലേ നമുക്ക് ഈ വരുന്ന ഈ ഒരു ഹാഫ് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള പോർഷനാണ് TFT. ഒരു 7 ഇഞ്ച് TFT ഡിസ്പ്ലേ ആണ് വരുന്നത്. അതുപോലെ ഈ ഒരു ഭാഗത്ത് നോർമൽ രീതിയിൽ വരുന്നത് അനലോഗ് മീറ്റർ തന്നെയാണ് വരുന്നത്. അതുപോലെ നമുക്ക് ഇതിൻ്റെ ഇലൂമിനേഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു ബട്ടനാണ് ഈ കൊടുത്തേക്കുന്നത്. ഇതിൽ ഇലൂമിനേഷൻ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. ക്രൂയിസ് കൺട്രോൾ കാര്യങ്ങൾ ഇതെല്ലാം സെറ്റ് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്താണ്. ക്രൂയിസ് കൺട്രോൾ ഇവിടെ സെറ്റ് ചെയ്യുക, ക്രൂയിസ് കൺട്രോൾ ഇതിൽ സെറ്റ് ചെയ്യുക. അതല്ലാതെ ഇത് ഡിസ്റ്റൻസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ക്രൂയിസ് കൺട്രോളിൽ തന്നെ ഡിസ്റ്റൻസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സംഭവമാണ് ഈ വന്നേക്കുന്നത്. പിന്നെ ഇത് ലൈൻ അസിസ്റ്റ്. ഈ ഒരു കാറിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ തന്നു കഴിഞ്ഞു. കാര്യം ഇതിൻ്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് വരുമ്പം 220 mm ആണ്. SUV എന്ന് പറയുമ്പോൾ നമ്മൾ മെയിനായിട്ട് ഓപ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെയാണ്. അതുപോലെ പുറകിലിരുന്നുള്ള കംഫോർട്ട് കാര്യങ്ങളെല്ലാം നോക്കേണ്ടതാണ്. ഒരു SUV-യിൽ എപ്പോഴും ഒരു ബോഡി റോള് സെഡാനെ അപേക്ഷിച്ചും അതുപോലെ ഹാച്ച് ബാഗിനെ അപേക്ഷിച്ചും കൂടുതലായിരിക്കും. നിങ്ങൾക്ക് കംഫോർട്ടായിട്ട് ലോങ് ഡ്രൈവും കാര്യങ്ങളും എല്ലാം പോകണം, നല്ല രീതിയിൽ ട്രാവൽ എൻജോയ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഹോണ്ട സിറ്റിയിലോട്ട് പോവുക. ഇല്ല, ഫ്രണ്ടിൽ 2 പേരേ ഉള്ളൂ, നമുക്ക് ഹിൽ സ്റ്റേഷനിലൊക്കെ പോകാൻ വേറെ വിഷയങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് SUV-യിലോട്ട് പോകാം, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അത് അപ്പോൾ കാര്യം മിക്കുള്ളവരും ഇപ്പോൾ SUV എന്നുള്ള ഭ്രാന്ത് പിടിച്ച് കിടക്കുകയാണ്. SUV ഒരുപാട് പേര് SUV എടുക്കുന്നുമുണ്ട്.
പക്ഷേ എങ്കിലും എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ കംഫർട്ട് ഏറ്റവും കൂടുതലുള്ളത് സെഡാനും അതുപോലെ ഹാച്ച് ബാക്കുമാണ്. അത് നിങ്ങളൊന്ന് നോക്കുക വണ്ടി എടുക്കുമ്പോൾ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാൻ. ടിൽ ദെൻ ബൈ. കാറിന്റെ എക്സ്-ഷോറൂം പ്രൈസ് വരുമ്പോൾ 11.91 lakhs ആണ്. അതിൽ മാനുവൽ ഓപ്ഷനിൽ 4 വേരിയന്റും CVT ഓപ്ഷനിൽ 3 വേരിയന്റും ആണ് വരുന്നത്. കളർ ഓപ്ഷൻസ് എടുത്താൽ ടോട്ടൽ 10 കളേഴ്സിലാണ് വരുന്നത്. ഇനി കാറിന്റെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഞാൻ താഴെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്.